ന്യൂസ് ബ്ലാസ്റ്റിലേക്ക് വീണ്ടും. തൃശൂരിൽ കുട്ടികളുടെ ഉച്ചക്കഞ്ഞി മുടക്കിയ മോഷ്ടാവ് പിടിയിൽ. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ താമസിക്കുന്ന ആസാം സ്വദേശി താജുദ്ദീനാണ് അറസ്റ്റിലായത്. കോതപ്പറമ്പ് VVUP സ്കൂളിലെ പാചകപ്പുരയിലെ 5 ചാക്ക് അരിയും പാത്രങ്ങളുമാണ് ഇയാൾ മോഷ്ടിച്ചത്. ഷബാസ് അഹമ്മദാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകുന്നത്. ഷബാസ്, ഈ ഒരു വാർത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മൾ ഈ ന്യൂസ് ബ്ലാസ്റ്റിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചപ്പോൾ തന്നെ മനസ്സിൽ ഓർത്തതാണ് ഇയാൾ എത്രയും വേഗം പിടികൂടണം. കാരണം കുഞ്ഞുങ്ങളുടെ ഉച്ചക്കഞ്ഞിയിൽ പോലും അതുപോലും മോഷ്ടിച്ചുകൊണ്ട് പോകാൻ മാത്രം ക്രൂര മനസ്സുള്ള ഒരു വ്യക്തി ആരാണ് എന്നറിയണമെന്നും ഉണ്ടായിരുന്നു. ഇപ്പോൾ അയാൾ എത്രയും വേഗം പിടികൂടിയിരിക്കുന്നു. വിവരങ്ങൾ എന്തൊക്കെയാണ് ഷബാസ്? ഷിയാസ്, 2 ദിവസം മുൻപാണ് ഇത്തരത്തിൽ ഒരു സ്കൂളിൽ മോഷണം നടക്കുന്നത്. സ്കൂളിലെ മോഷണം നടത്തിയത് ഈ മോഷ്ടാവ് എടുത്തിട്ട് പോയത് അവിടെ ഉണ്ടായിരുന്ന പാചകപ്പുരയിലെ 5 ചാക്ക് അരിയും അവിടുത്തെ പാത്രങ്ങളുമായിരുന്നു. അങ്ങനെ 250 കിലോ അരിയും ഈ കുട്ടികൾക്ക് ഭക്ഷണം നൽകാനുള്ള പാത്രവും ഈ മോഷ്ടാവ് കൊണ്ടുപോയതോടെ അന്നത്തെ ദിവസത്തെ ഈ കുട്ടികളുടെ ഉച്ചഭക്ഷണം മുടങ്ങിയിരുന്നു. പാചകം ചെയ്യാൻ പാത്രങ്ങൾ പോലും ഇല്ലാതായതോടുകൂടി ടീച്ചർമാർ പിന്നീട് ഈ പഴവും ബ്രെഡും അടക്കം കൊടുത്തുകൊണ്ടാണ് ഉച്ചയ്ക്ക് കുട്ടികളുടെ വിശപ്പടക്കിയത്. അന്ന് രാത്രിയോടുകൂടിയായിരുന്നു മോഷണം ആ സ്കൂളിൽ നടന്നത്. പിന്നീട് ഇപ്പോൾ മതിലകം പോലീസ് ഈ പ്രതിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇയാളെ പിടികൂടിയിരിക്കുകയാണ്. ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ താമസിക്കുന്ന അസം സ്വദേശിയായ താജുദ്ദീനാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇയാൾ കാലങ്ങളായി കുടുംബത്തോടൊപ്പം ഈ പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ താമസിച്ച് വരികയായിരുന്നു. ആക്രി കച്ചവടമൊക്കെയായിരുന്നു ഇയാൾ ചെയ്തിരുന്നത്. ഇയാളാണ് ഇത്തരത്തിൽ രാത്രി സ്കൂളിലെ പാചകപ്പുരയിൽ കയറിക്കൊണ്ട് 5 ചാക്ക് 250 കിലോയോളം വരുന്ന അരിയും ഒപ്പം അവിടെ ഉണ്ടായിരുന്ന പാത്രങ്ങളടക്കം എടുത്തു കൊണ്ടുപോയിരിക്കുന്നത്. ഏകദേശം 1 ലക്ഷത്തോളം രൂപ വില വരുന്ന സാധനങ്ങളാണ് ഇയാൾ മോഷ്ടിച്ചു കൊണ്ടുപോയത്. ഇത്രത്തോളം വലിയ സാധനങ്ങളായതിനാൽ ഇയാൾ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ സമീപത്തെ CCTVയിൽ അടക്കം പതിഞ്ഞിട്ടുണ്ട് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. അത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് കുട്ടികളുടെ ഉച്ചഭക്ഷണം മുടക്കിയ ഒരു പ്രതി ഇപ്പോൾ മതിലകം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. ഷിയാസ്. ശരി ഷബാസ്.